എനിക്ക് ഏറെ പ്രിയമുള്ളവരെ, എല്ലാ പേർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീളവൂർ ശശിയുടെ ആത്മകഥാംശം ഉൾക്കൊള്ളുന്ന ഒരു കഥ പോച്ച. കഥ പോച്ച, ശബ്ദം ഷീല ഷില്ലാസ്. എന്നെക്കൊണ്ടാവത്തില്ല എന്നും ഇങ്ങനെ കിടന്ന് തീ തിന്നാൻ. അടുക്കളയിൽ കാലിപ്പാത്രം നിലത്ത് വീഴുന്ന വലിയ ഒച്ച കേട്ടപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഭാര്യയിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറികൾ ഈ കിടപ്പുമുറിക്കുള്ളിലും ഉടനുണ്ടാകുമെന്ന്. സത്യത്തിൽ നേരം ഇത്ര വെളുത്തിട്ടും ഇന്നും ആരും മേശിരിപ്പണിക്കായി വിളിച്ചില്ലല്ലോ എന്ന ആധി മനസ്സിനെ തളർത്തിയിരുന്നു. അതിനാൽ നേരത്തെ ഉണർന്നിട്ടും കട്ടിലേ തന്നെ അനങ്ങാതെ അങ്ങ് കിടന്നത്. അന്നുള്ള ചില്ലറത്തൊട്ടുകൾ കൂട്ടിവെച്ച പിള്ളേർക്കും എൻ്റെ അമ്മയ്ക്കുമൊക്കെ ഓണക്കോടി വാങ്ങാമെന്ന ആശയോടെ കഴിഞ്ഞ കന്നിയിൽ ശ്രീജ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചതാണ് ഞങ്ങളുടെ കിടപ്പുമുറിയിലെ മേശമേലിരിക്കുന്ന ഈ ചെറിയ വഞ്ചി. സിൻഡെക്സിൻ്റെ പഴയ മോഡൽ കറുത്ത വാട്ടർ ടാങ്കിൻ്റെ കുള്ളൻ രൂപമായിരുന്നു വഞ്ചിക്ക്. പള്ള കീറി കുടലുമാല പുറത്തെടുത്ത തവളയെപ്പോലെ ഒഴിഞ്ഞ വയറുമായി അതെന്നെ തുറച്ചു നോക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ആഴ്ചയൊന്ന് കഴിഞ്ഞു. ഓണം എടുത്തപ്പോൾ പണി ഇപ്പം തീരെ കുറവായി. ഭാര്യ പണിക്ക് പോകുന്ന വീട്ടിൽ നിന്ന് 5-ാം തീയതി തരേണ്ട ശമ്പളത്തിൽ പാതിയും പതിവ് പോലെ മുമ്പറ്റ് വാങ്ങിക്കഴിഞ്ഞിരുന്നു. വീട്ടിലെ അത്യാവശ്യ ചിലവെങ്കിലും തട്ടിയും മുട്ടിയും കടന്നു പോകുന്നത് അവളുടെ ഈ ചെറിയ ശമ്പളം കൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞെങ്കിലേ എനിക്ക് പണിയൊക്കെ ആയി തുടങ്ങത്തുള്ളൂ. അതുവരെയും വീട് കഴിയുന്ന കാര്യം ഓർക്കുമ്പോൾ നെഞ്ചിലൊരു നീറ്റില്ല. സ്വയം പിറുപിറുത്തുകൊണ്ട് ഉള്ളിലേക്ക് വന്ന ഭാര്യ പള്ള കീറി മുറിച്ച വഞ്ചിയിലേക്ക് കൈകടത്തി ഉള്ളിൽ ബാക്കി വല്ലതുമുണ്ടോ എന്ന് പരതുന്നത് കണ്ടപ്പോഴാണ് ആ നേരത്ത് ഞാനങ്ങ് കണ്ണടച്ചത്. പണിയുള്ളപ്പം കിട്ടുന്ന കാശ് അതേപോലെ കൊണ്ടുവന്ന് ഈ മേശയുടെ മുകളിൽ വയ്ക്കുമെന്നല്ലാതെ നിങ്ങൾക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നതെന്നുള്ള വല്ല വിചാരമുണ്ടോ മനുഷ്യ? പ്ലാവളിയിലെ സന്ധി ചേച്ചി കുടുംബശ്രീക്ക് കൊടുക്കാൻ തന്ന കാശെടുത്തുകൊണ്ടാണ് ഇന്നലെ പാലും മീനും മോരും മേടിച്ചത്. ഇന്നിനി മീൻകാരനോട് കടം പറഞ്ഞു നോക്കാം. സത്യത്തിൽ മീൻകാരൻ്റെ ഹോണടി ഞാനും കേട്ടിരുന്നെങ്കിലും എഴുന്നേക്കാഞ്ഞത് മനഃപൂർവ്വമായിരുന്നു. കൊഞ്ചും ഞണ്ടും ചൂരയുമൊക്കെ തൂക്കി വാങ്ങുന്ന അയലത്തുള്ളവരുടെ ഇടയിൽ ചെന്ന് 50 രൂപയ്ക്കൊന്നും പറഞ്ഞ് ഇന്നും കൈനീട്ടി നിൽക്കാൻ വയ്യ. മറ്റുള്ളവർക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ മുഖത്തേക്ക് പോലെ നോക്കാതെ ഉള്ളിൽ പച്ചത്തെറി വിളിച്ചുകൊണ്ടാണ് അയാൾ മീൻ തരുന്നത്. അത് വാങ്ങുമ്പോൾ അവിടെ നിൽക്കുന്ന പൂച്ചയുടെയും പട്ടിയുടെയും പ്രാക്കും എനിക്കാണ് കിട്ടാറുള്ളത്. തലയോ വാലോ മുറിഞ്ഞതോ അല്ലെങ്കിൽ തീരെ ചെറുതോ ആയ ആ മീനും വാങ്ങി വരണമല്ലോ എന്നോർത്ത ഇന്ന് ഉറക്കം നടിച്ചിങ്ങനെ കിടന്നത്. പതിവ് പരിഭവങ്ങൾക്കൊടുക്കം അവൾ വീണ്ടും അടുക്കളയിലേക്ക് പറന്നു. ഇളയ മോൻ പതിവ് പോലെ രാത്രിയിൽ പുതിയൊരു കടയിൽ നിന്ന് ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റും നെമ്മീൻ കറിയുമൊക്കെ ചൂടോടെ ചുറ്റാകെ നിരത്തി വെച്ചേച്ച് അതെല്ലാം പൊറോട്ടയ്ക്കൊപ്പം വെട്ടി വിഴുങ്ങുന്ന ഫ്രീക്കൻ ബ്ലോഗറുടെ ഇൻസ്റ്റഗ്രാം വീഡിയോയും കണ്ടുകൊണ്ട് അവൻ്റെ വായിലൂറിയ വെള്ളത്തിലോട്ട് ചാളമീൻ്റെ ഇച്ചിരി ചാറും ഒരു ചെറിയ വാൽക്കഷ്ണവും ഒരു തുണ്ട് നാരങ്ങ അച്ചാറും കൊണ്ട് മാത്രം അത്താഴമുണ്ടെന്ന കാഴ്ച കണ്ടപ്പോൾ ഇന്നലെയും എൻ്റെ നെഞ്ച് പിടപെടച്ചതാണ്. അരിയെടുപ്പിലെ കനലൂതി തെളിച്ചേച്ച് ഞാൻ ചൂലുമെടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഭാര്യയുടെ വിളി. അണ്ണാ, ഫോണടിക്കുന്നു. മനസ്സിൽ ആശ്വാസത്തിൻ്റെ പൂത്തിരി കത്തിച്ചിതറി. രാവിലെ 8 മണിക്ക് മുമ്പുള്ള വിളിയായതിനാൽ ഏറെ സന്തോഷിച്ചു. ആരെങ്കിലും പണിക്കായിട്ട് വിളിക്കുന്നതായിരിക്കും. ഇന്ന് ജോലിയുണ്ടെങ്കിൽ എൻ്റെ ചോറ്റുപാത്രത്തിൽ കൂടെ ചോറ് നിറയ്ക്കണോ എന്നറിയാൻ വേണ്ടിയാണ് ശ്രീജയും അടുത്ത് തന്നെ നിന്നത്. മൊബൈലിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോഴേ ഭാര്യയുടെ നെഞ്ചിൽ എൻ്റെ നാവ് കുത്തി ഇറക്കി. ചോറിടണ്ട, ഇത് സജനയിലെ അനിസാറാ. ഓ, കുറേ കവിതയും കഥയും. അതിനു മാത്രം ഒരു കുറവുമില്ല. വക്രിച്ച മുഖവുമായി ഭാര്യ അടുക്കളയിലേക്ക് നടന്നു. അനിൽ സാർ എന്തിനാവാം ഇന്നേരത്ത് വിളിക്കുന്നത്? ചിലപ്പോൾ എവിടെയെങ്കിലും പുസ്തകമേള നടക്കുന്നുണ്ടാകും. അതിലേക്ക് എന്നെ കൂടി വിളിക്കാനായിരിക്കുമോ? പച്ചയിലേക്ക് വിരലെത്തും മുമ്പേ മനസ്സിലിങ്ങനെ പല വഴികളിലേക്കും ഓടി നടന്നു. സന്തോഷം പൊതിഞ്ഞതായിരുന്നു അനിൽ സാറിൻ്റെ ശബ്ദം. ശശി, സുഖമാണോ? അതെ സാറേ, സുഖമാണ്. ഞാൻ വിളിച്ചതേ
ഈ ഇളവൂർ ശശിയെ ഞങ്ങൾക്കിങ്ങ് വേണമെന്ന് പറയാനാ സാറേ. അല്ലെങ്കിലും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ അല്ലേ. എൻ്റെ 3 പുസ്തകങ്ങളും ഇറങ്ങിയത് തന്നെ നിങ്ങളുടെ സഹായം കൊണ്ടല്ലേ. ഏയ് അതുകൊണ്ടൊന്നുമല്ല, ശശിയുടെ കഥകൾക്ക് അതിനുള്ള അർഹത ഉണ്ടായതുകൊണ്ടാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയെന്ന് മാത്രം. പിന്നെ ഞാൻ വിളിച്ചതേ, സജനയുടെ ഒരു തൂണ് പോലെ ഇളവൂർ ശശിയെന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് പറയാനാ. ഇന്ന് ചിങ്ങം 1 അതാ ഇന്ന് തന്നെ വിളിച്ചത്. സാറേ, എന്നെ സജനയിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. പക്ഷേ സാറ് മുമ്പ് പറഞ്ഞതുപോലെ സജന ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ വായനശാലയും ബുസ്റ്റാളും സ്കൂളും കോളേജും അതുപോലെ പുതിയതായി പണിഞ്ഞ വീടുകളിലുമൊക്കെ കൊണ്ട് നടന്ന് അവരെ കൊണ്ടത് വാങ്ങിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കാശിൻ്റെ 30% കമ്മീഷൻ എനിക്ക് തരാമെന്ന് സാറ് മുമ്പ് പറഞ്ഞിരുന്നില്ലേ. ആ പണിക്കാണെങ്കിൽ അതിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് മേശിരിപ്പണി തന്നെ മതി സാറേ. അയ്യോ, അങ്ങനല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശശിയെ ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ മാർക്കറ്റിംഗ് സെക്ഷനിലേക്കാണ് ശശിയെ നിയമിക്കുന്നത്. സാറേ, അതിനെനിക്ക് കമ്പ്യൂട്ടറൊന്നും അറിയത്തില്ല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരെ ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് സാറിനറിയാമല്ലോ. അതൊന്നും സാരമില്ല ശശി. നീ എസ് എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. 2 ദിവസത്തിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വീട്ടിലെത്തും. സാറേ, ഈ മാർക്കറ്റിംഗ് സെക്ഷനാകുമ്പം ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. നീ ഞങ്ങൾ പറയുന്ന ഇടങ്ങളിലൊക്കെ പോകണം. പുസ്തക പ്രകാശനങ്ങൾക്കും പുസ്തകോത്സവങ്ങൾക്കും മറ്റു പരിപാടികൾക്കും. ഇതൊക്കെയാണ് നിൻ്റെ ജോലി. പിന്നെ നിനക്ക് സോഷ്യൽ മീഡിയ നല്ലോണം കൈകാര്യം ചെയ്യാൻ അറിയാമല്ലോ. നിൻ്റെ പേജിലൂടെയൊക്കെ നമ്മുടെ പുസ്തകങ്ങളുടെ പ്രൊമോഷനും ചെയ്യണം. ഇതാകുമ്പോൾ നിനക്ക് പണിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും വേണ്ട. എന്താ, സമ്മതമല്ലേ? എങ്കിൽ ശരി സാറേ, ഞാൻ വരാം. അപ്പോൾ ഞാൻ ഉറപ്പിക്കുകയാണേ സാറേ. ഞാൻ ഇന്ന് വരട്ടെ? അയ്യോ, അത് വേണ്ട. ഞാനിപ്പം എറണാകുളത്തെ ഫ്ലാറ്റിലാണ്. ഭാര്യയ്ക്ക് കാലിലൊരു ചെറിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അവൾ അല്പം റെസ്റ്റിലാണ്. അടുത്ത ആഴ്ച ഞങ്ങൾ വരുമ്പോൾ ജോയിൻ ചെയ്യാം. അല്ല സാറേ, ഇന്ന് ചിങ്ങം 1 അതുകൊണ്ടാ. എന്താ, ശശിക്കിന്ന് പണിയില്ലേ? ഇല്ല സാറേ, പണി ഇപ്പം തീരെ കുറവാണ്. ഫോണിൽ സാറിൻ്റെ മൗനം. ഹലോ സാർ. ശശി, എനിക്ക് നിന്നോട് പറയുന്നതിലെ വിഷമമുണ്ട്. എങ്കിലും സാറ് പറഞ്ഞോ. അത് നമ്മുടെ ഓഫീസിൻ്റെ മുമ്പിലുള്ള പോച്ച ഒന്ന് ചെത്തിക്കളയാമോ? മാർക്കറ്റിംഗ് സെക്ഷനിലെ ജോലിക്കായിട്ട് ഇന്നേ വന്നോളൂ എന്നായിരിക്കും അനിൽ സാറ് പറയുക എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്താ ശശി ഒന്നും മിണ്ടാത്തത്? വരത്തില്ലയോ? മുടിയിലെ നനവ് തോർത്തിക്കൊണ്ടാണ് ശ്രീജ മുറിക്കുള്ളിലേക്ക് വന്നത്. അവളുടെ മുഖത്തും നടപ്പിലും ജോലിക്ക് പോകാൻ സമയം വൈകിയതിൻ്റെ വെപ്രാളം നിഴലിച്ചിരുന്നു. വയറു കീറിയ വഞ്ചിപ്പാത്രം മേശമുകളിലേക്ക് കമിഴ്ത്തി അതിലവശേഷിച്ച ചില്ലറത്തുട്ടുകൾ പെറുക്കിക്കൂട്ടി എണ്ണി നോക്കവേ അവളുടെ മുടിത്തുമ്പിലെ കണ്ണുനീർ നിലത്തേക്ക് വീണു. അതുകൂടി കണ്ടപ്പോൾ ഞാൻ അനിൽ സാറിനോട് ഇങ്ങനെ പറഞ്ഞു. സാറേ, ഞാൻ വരാം. എങ്കിൽ ശരി, ഞാൻ തങ്കച്ചായനെ വിളിച്ച് വിവരം പറഞ്ഞേക്കാം. സജനയിൽ പുസ്തകം വാങ്ങാൻ പോകുമ്പോൾ മിക്കപ്പോഴും ഞാൻ തങ്കച്ചായനെ കണ്ടിട്ടുണ്ട്. പുസ്തകങ്ങളുടെ കട്ടിങ്ങും പാക്കിങ്ങും പിന്നെ അതെല്ലാം പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകുന്നതുമെല്ലാം തങ്കച്ചായനാണ്. ഫോണിലെ നീണ്ട സംഭാഷണത്തിൽ കലിപ്പുണ്ട് എന്നിലേക്ക് തുറിച്ച് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ചിരി വരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്കും ചോറ് വേണം, ജോലിയുണ്ട്. വേറെ ആരാ വിളിച്ചത്? എവിടെ ജോലി? അനിൽ സാറ് തന്നെ വിളിച്ചത്. ഇനി മുതൽ എനിക്ക് സജനയുടെ ഓഫീസിലാണ് ജോലി. അവിടെ എന്തുവാ? മാർക്കറ്റിംഗ് സെക്ഷനിലാണെന്നാണ് അനിൽ സാറ് പറഞ്ഞത്. അടുത്ത ആഴ്ച മുതൽ ജോലിക്കാണ് കയറേണ്ടത്. ഇന്നിവിടെ ഇച്ചിരി പോച്ച ചെത്താനുണ്ട്. ഭാര്യയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. പോച്ച ചെത്താനോ? അതിനങ്ങോർക്ക് അവിടെ വേറെ ആരെയും കിട്ടില്ലയോ? ഏയ്, അതുകൊണ്ടായിരിക്കത്തില്ല. ഇതും പണ്ടൊരു സ്കൂളിൽ പോയതുപോലെങ്ങാനും ആകുമോ? പൊടി, ഇവിടെ എനിക്ക് നല്ല ജോലിയാണ് തരുന്നേ. പിന്നെ ഇന്ന് ചിങ്ങം 1 പണിയില്ലെന്ന് പറഞ്ഞപ്പോൾ സാറൊരു ജോലി തന്നതാണ് ഇന്നത്തേക്ക്. അവിടെ മേശിരിപ്പണിയൊന്നും ഇല്ലായിരുന്നോ? അത് സാരമില്ല. എത്ര ദിവസം കൊണ്ട് ഇങ്ങനെ ജോലി ഇല്ലാതിരിക്കുക. ഇതെങ്കിൽ ഇത്. എന്നാൽ ഞാൻ ചോറെടുക്കട്ടെ? ശ്രീജ അടുക്കളയിലേക്ക് ഓടി. ഞാൻ വേഗത്തിൽ നടക്കുന്ന കണ്ടപ്പോൾ കോളേജിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനായി നേരത്തെ എഴുന്നേറ്റതിൻ്റെ ഉറക്കച്ചടവോടെ കസേരയിൽ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങുന്ന മൂത്തമ്മൻ അതിശയഭാവത്തോടെ ഇങ്ങനെ ചോദിച്ചു, അച്ഛനിന്ന് ജോലിയുണ്ടോ? ഉണ്ട് എന്ന മറുപടിയോടെ ഞാൻ കുളിമുറിയിലേക്ക് ഓടി.
കതക് കൊളുത്തിട്ട് കാലി ബക്കറ്റിലേക്ക് പൈപ്പ് തുറന്നതും ഉള്ളിൽ നിറഞ്ഞ വെള്ളം നിലവിളിയോടെ കണ്ണിലൂടെ പുറത്തേക്ക് ചീറിത്തെറിച്ചു. ഒന്നുമില്ലെങ്കിലും അനിൽ സാറിന് എന്നെ മേശിരിപ്പണി എന്തെങ്കിലും ചെയ്യാനായിട്ട് വിളിക്കാമായിരുന്നു. ഇതിപ്പോൾ എല്ലാവരെയും മുമ്പിൽ നിന്ന് പോച്ച ചെത്താൻ. പണ്ടൊക്കെ ബന്ധുവീടുകളിലേക്ക് പോകുന്നത് തന്നെ ഈശ്വര അവർ പോക്കഞ്ഞി വിളമ്പുന്ന സമയമായിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ്. അവിടുത്തെ അമ്മ കഴിക്കാൻ വല്ലതും തരുന്നതിന് മുമ്പേ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യിപ്പിക്കുമായിരുന്നു. അത് ചിലപ്പോൾ മാങ്ങയോ പുളിയോ പറങ്ങേണ്ടിയോ ഒക്കെ പറിക്കലോ മുറ്റം തൂക്കലോ പശുവിന് പോച്ച ചെത്തലോ ഒക്കെ ആകാം. പണ്ടേ അങ്ങനെയൊക്കെ ചെയ്ത ശീലമുണ്ടെങ്കിലും പഠിത്തം നിർത്തി മൈക്കാട് പണിക്കാരനായതും പിന്നീട് മേസ്തിരിപ്പണിയിലേക്ക് മാറിയ ശേഷവും മറ്റു പണികളൊന്നും തന്നെ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പുസ്തകങ്ങളുടെ 50 കോപ്പികൾ ഒന്നിച്ച് വാങ്ങാനായി പലപ്പോഴും പോകാറുള്ള ഇടത്തേക്ക്. അതുമാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം തന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എന്നെ നന്നായിട്ടറിയാം. ഈയിടയ്ക്ക് പൂർണ്ണയിൽ വന്ന എൻ്റെ കഥയെക്കുറിച്ച് ഹരികുമാർ സാർ സജനയുടെ ഇളം മാസികയിലെ അദ്ദേഹത്തിൻ്റെ കോളത്തിൽ എന്നെ അഭിനന്ദിച്ചുകൊണ്ട് എഴുതിയിരുന്നു. ഞാനുമായിട്ടുള്ള ഒരു ദീർഘ സംഭാഷണവും എൻ്റെ ഒരു കഥയും ഈയിടെയാണ് ഇലയിൽ തന്നെ പ്രസിദ്ധീകരിച്ച് വന്നതും. അന്ന് ഞാൻ അവിടുത്തെ സ്റ്റാഫിന് മൊത്തം മിഠായി വിതരണം ചെയ്തിരുന്നു. 10-16 കിലോമീറ്റർ ദൂരമേ ഉള്ളായിരുന്നുള്ളൂ എങ്കിലും 3 ബസ്സുകൾ കയറി ഇറങ്ങിയാണ് സജനയിലെത്തിയത്. മുന്നിലെ ഗേറ്റ് ചെറുതായി തുറന്നു കിടന്നിരുന്നു. ഓഫീസ് സമയം 9 മണിയാണെങ്കിലും ഉള്ളിൽ തങ്കച്ചായൻ നേരത്തെ എത്തി എന്തൊക്കെയോ ജോലിയിലായിരുന്നു. കാലിലൽപ്പം ഏന്തുള്ളൊരു ചേച്ചി മുന്നിലെ തറ തുടച്ച് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. ആരോടോ സംസാരിച്ച ശേഷം പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് മൊബൈൽ തിരികെ അടുത്തേക്ക് വന്ന് തങ്കച്ചായൻ എൻ്റെ കൂടെ വാന്ന് ധൃതിയിൽ പറഞ്ഞുകൊണ്ടാണ് വാതിലിന് പുറത്തേക്ക് നടന്നത്. കൂടെ ചെന്ന് എന്നോട് ചായ്പിലേക്ക് ചൂണ്ടി ആ മമ്മട്ടി എടുത്തോ എന്ന് പറഞ്ഞു. തുരുമ്പെടുത്തു തുടങ്ങിയ ആ മമ്മട്ടിയുമായി പിറകെ നടന്നപ്പോൾ തങ്കച്ചായൻ പരിഹാസം കലർന്ന ചിരിയോടെ ഇങ്ങനെ ചോദിച്ചു, ഇപ്പോൾ മേശിരിപ്പണിയൊന്നും ഇല്ലയോ? ഇല്ല ചായ, ഇപ്പോൾ തീരെ കുറവാ. ചെറിയൊരു നിശബ്ദതയ്ക്ക് ശേഷം ഞാൻ തുടർന്നു. ഇന്നത്തെ ഈ പണി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മുതൽ ഞാനും ഇവിടുത്തെ സ്റ്റാഫാണ്. മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ 2 ദിവസത്തിനകം വരുമെന്ന് സാർ ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത്. ഏറെ അഭിമാനത്തോടെ ഞാനിത് പറയുമ്പോൾ തങ്കച്ചായൻ ഊറിയൊന്ന് ചിരിച്ചു. ഞാൻ ഇട്ടിരുന്ന ഉടുപ്പും മുണ്ടും അഴിച്ചു മാറ്റി വേലക്കൈലിയും ഉടുപ്പും എടുത്തിട്ട് തലയിൽ തോർത്തും കെട്ടി. ചോറും വസ്ത്രങ്ങളും തിരികിയ സഞ്ചി ചായ്പിൻ്റെ ഒരു മൂലയിലേക്ക് ഭദ്രമായി വെച്ചു. ഉടനെ അച്ചായൻ്റെ നിർദ്ദേശം, വേഗം ഇങ്ങോട്ട് വാ, എനിക്ക് വേറെ ജോലിയുണ്ട്. തങ്കച്ചായൻ ഗേറ്റ് കടന്ന് റോഡിലേക്ക് നിന്ന ശേഷം ഇങ്ങനെ പറഞ്ഞു, ആദ്യം ഇവിടുന്ന് തുടങ്ങി ആ കാണുന്ന പ്രസ്സിൻ്റെ ഗേറ്റ് വരെയാ സാറ് വൃത്തിയാക്കാൻ പറഞ്ഞേക്കുന്നത്. ധൃതിയിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് തങ്കച്ചായൻ ഉള്ളിലേക്ക് നടന്നു. മുന്നിലെ ഈ ഗേറ്റിൻ്റെ അരികിൽ നിന്നും അടുത്ത ഗേറ്റ് വരെയും 100 മീറ്ററോളം നീളമുണ്ട്. പ്രസ്സിലേക്ക് വലിയ വാഹനങ്ങൾ വരുമ്പോൾ മാത്രം തുറക്കാറുള്ളത് കൊണ്ടാവാം രണ്ടാമത്തെ ഗേറ്റിൻ്റെ മുന്നിൽ മൊത്തം കാട് കയറി കിടക്കുകയായിരുന്നു. റോഡരികിൽ ഇങ്ങനെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഇത്രത്തോളമുള്ള പോച്ച പറിച്ച് കളയലാകും പണിയെന്ന് ഒരിക്കലും കരുതിയില്ല. മനസ്സ് വല്ലാതെ പിടഞ്ഞു. എങ്കിലും ഏറെ ദിവസമായി ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നതിനാൽ ഉള്ള വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഓർത്തപ്പോൾ മറ്റെല്ലാം മറന്നു. മാത്രമല്ല, അടുത്ത ആഴ്ച മുതൽ ഇതേ സ്ഥാപനത്തിൽ സ്ഥിരമായി നല്ലൊരു ജോലി ചെയ്യാമല്ലോ എന്ന വിചാരവും മനസ്സിനെ ബലപ്പെടുത്തി. നിരപ്പായ തറയിൽ പടർന്നു കിടന്ന ചെറിയ പുല്ലൊക്കെ മൺവെട്ടി കൊണ്ട് ചെത്തി ഇളക്കി. മറ്റുള്ള ഇടങ്ങളിലെല്ലാം മമ്മട്ടിയോട് പിണങ്ങി കരിഞ്ഞ പോച്ചയെ കൈകൊണ്ട് തന്നെ പറിച്ചു കളയേണ്ടിയും വന്നു. പക്ഷേ തലപ്പൊക്കം വളർന്നു നിൽക്കുന്ന പാഴ്ചെടികൾ ഏറെ പണിപ്പെട്ടാണ് പിഴുതു മാറ്റേണ്ടി വന്നത്. കണ്ണിച്ചോരയില്ലാത്ത കൊതുകും ഇഴജന്തുക്കളും ഉണ്ടാകുമോ എന്നുള്ള പേടിക്കുമൊപ്പം ദേഹത്തേക്ക് ഇലയൊന്ന് തൊട്ടാൽ ചൊറിഞ്ഞ് മാനം കാണുന്ന വള്ളിച്ചൊറിയണവും പോച്ചയ്ക്കുള്ളിൽ കെട്ടുപിണഞ്ഞു കിടന്നിരുന്നു. എത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും ആ ചൊറിയണം ദേഹത്ത് ഉരഞ്ഞുകൊണ്ടേയിരുന്നു. ഓഫീസിലെയും പ്രസ്സിലെയും ജീവനക്കാർ ഓരോരുത്തരും കാറിലും ബൈക്കിലുമൊക്കെയായി വന്നു തുടങ്ങി. അവരിലേറെയും പരിചിത മുഖങ്ങളായിരുന്നു. അങ്ങോട്ട് ചിരിച്ചെങ്കിലും ആരും എന്നോടറിയാമെന്ന ഭാവം നടിച്ചില്ല. ഏറെ പണിപ്പെട്ടാണ് രണ്ടാമത്തെ ഗേറ്റ് വരെയും വൃത്തിയാക്കിയത്. അപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നി. പക്ഷേ പെട്ടെന്നാണ് പിറകിൽ തങ്കച്ചായൻ്റെ ശബ്ദം മുഴങ്ങിയത്. ശശി, എൻ്റെ കൂടെ വാ, ഇനി വടക്കേ സൈഡാണ് വൃത്തിയാക്കേണ്ടത്. ആ പിന്നെ, ഇതൊന്നും ഞാനായിട്ട് പറയുന്നതല്ല, സാർ അവിടെ ഇരുന്ന് മൊബൈലിലൂടെ കണ്ടിട്ട് എന്നെ വിളിച്ച് പറയുന്നതാ.
മൊത്തവും ക്യാമറ വെച്ചേക്കുമല്ലയോ. 1000 കണ്ണുകൾക്ക് മുന്നിൽ നഗ്നമാക്കപ്പെട്ടൊരു സ്ത്രീയുടെ അവസ്ഥയായിരുന്നു അപ്പോൾ എനിക്ക്. തൂമ്പയും കയ്യിൽ പിടിച്ച് വീണ്ടും മുൻവശത്തെ ഗേറ്റിലൂടെ അകത്ത് കയറി. മുറ്റത്തെത്തിയപ്പോൾ IT സെക്ഷനിലെ ഷാഹുൽ സാറ് ഓഫീസിന് മുന്നിൽ നിൽക്കുന്നു. ഞാൻ അദ്ദേഹത്തെ നോക്കി ചിരിച്ചുകൊണ്ട് കൈവീശി. സാറേ നമസ്കാരം. പക്ഷേ ആ മുഖത്ത് ഒരു തെളിച്ചവും കണ്ടില്ല. അപ്പോഴേ എനിക്ക് തോന്നി ഈ വേഷത്തിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി കാണില്ലെന്ന്. കുറച്ചുകൂടെ അടുത്തേക്ക് ചെന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ഷാഹുൽ സാറേ, ഇത് ഞാനാ, ഇളവൂർ ശശി. ഓഹോഹോഹോ. ആ മനുഷ്യൻ്റെ മുഖം അതിശയത്താൽ വിടർന്നു. അയ്യോ ശശിയോ? പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായില്ല. സാറേ, അടുത്ത ആഴ്ച മുതൽ ഞാനും ഇവിടുത്തെ... ഞാൻ ആ വാക്കുകൾ മുഴുമിപ്പിക്കും മുമ്പേ തങ്കച്ചായന് ഇടയ്ക്ക് കയറി. ഇങ്ങോട്ട് വാ, എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകണം. ഞാൻ വേഗം അയാൾക്കൊപ്പം നടന്നു. പാഴ്ചെടികൾ കാടുപിടിച്ച് കിടന്ന വടക്ക് വശം കാട്ടിത്തന്ന ശേഷം തങ്കച്ചായൻ ധൃതിയിൽ ഓഫീസിലേക്ക് നടന്നു. അവിടെ നിന്നപ്പോൾ വല്ലാത്തൊരു വാട മൂക്കിലടിച്ച് തറച്ചു. ഉടനെ തങ്കച്ചായനോട് ഉറക്കെ ഇങ്ങനെ ചോദിച്ചു, അച്ചായ, ഇവിടെ എന്താ വല്ലാത്ത നാറ്റം? ഓ, അത് ടോമിയെ തൂറാനും എടുക്കാനും കൊണ്ട് നിർത്തുന്നത് അവിടെയാ, അതാ. ഇടയ്ക്കിടയ്ക്ക് പ്രസ്സിലെയും ഓഫീസിലെയും ജീവനക്കാരിൽ ചിലരൊക്കെ ജനാലയിലൂടെ തലയിട്ട് പോച്ച ചെത്തുന്ന എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പണിക്ക് പോകുന്ന മിക്കയിടങ്ങളിലും തണലുള്ള തറയിലാണ് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിരിക്കാറുള്ളത്. ചാറ്റമഴ ഉണ്ടായിരുന്നതിനാൽ ഓഫീസിൻ്റെ തിണ്ണയിലേക്ക് കയറിയിരുന്നു. അകത്തേക്കിരുന്ന് കഴിക്കാമെന്ന് ആരും പറഞ്ഞതുമില്ല. അല്ലെങ്കിലും എൻ്റെ വസ്ത്രമെല്ലാം മുഷിഞ്ഞതായിരുന്നല്ലോ. അകത്ത് തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് കുറേ പേർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു. പ്രൂഫ് റീഡറായ വിനീതയുടെ ശബ്ദം ഉയർന്നിങ്ങനെ കേട്ടു. സത്യത്തിൽ ഇളവൂർ ശശിയെ ഇങ്ങനെ ഒരു വേഷത്തെ കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിനോടൊപ്പം അവിടെ ഒരു കൂട്ടച്ചിരിയും ഉയർന്നു കേട്ടു. തൊട്ടാവാടിയും കട്ടാരമുള്ളും തറച്ച കൈവിരലുകളിലെ മുറിവുകളിൽ മുളകരച്ച കറി വേദന കൂട്ടി. തൊണ്ടയിൽ ഉടക്കിയ ചോറുരുള പാത്രത്തിലേക്കിട്ട് പൈപ്പിൻ ചുവട്ടിലേക്ക് നടന്നു. ജീവിതമെന്ന നാടകത്തിൽ ഇനിയും എന്തെല്ലാം വേഷങ്ങൾ ആടാൻ ബാക്കി കിടക്കുന്നുണ്ടാകും. ദൂരെയെങ്കിലും എല്ലാം കണ്ടുകൊണ്ടിരുന്ന അനിസാറ് വീണ്ടും അച്ചായൻ്റെ ഫോണിൽ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. അതുപ്രകാരം ഓട്ട മത്സരങ്ങളിൽ അതിൻ്റെ പുറത്ത് വെച്ച് കിട്ടുന്ന യന്ത്ര മനുഷ്യനെ പോലെയാണ് തങ്കച്ചായൻ എന്നെ അടിച്ചടിച്ച് മുന്നോട്ട് തെളിച്ചു കൊണ്ടിരുന്നത്. മുന്നിലെ റോഡിൻ്റെ ഇരുവശവും വടക്ക് വശവും വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഓഫീസ് അടയ്ക്കും മുമ്പ് ശമ്പളം പോയി വാങ്ങിച്ചോ എന്ന നിർദ്ദേശമെത്തി. കൈയും കാലും മുഖവും കഴുകി മണ്ണും നനവും നിറഞ്ഞ വസ്ത്രങ്ങളും മാറ്റി ക്യാഷ്യറുടെ മുന്നിൽ നിശബ്ദനായി നിന്നപ്പോൾ ഒരു ചെറുചിരിയോടെ, ഇതിലൊന്നൊപ്പിട് എന്ന് പറഞ്ഞൊരു വൗച്ചർ ബുക്ക് എൻ്റെ മുന്നിലേക്ക് നീട്ടി. ആദ്യമേ നോക്കിയത് തുകയുടെ കോളമാണ്. അതിൽ 800 രൂപ എന്നാണ് എഴുതിയിരുന്നത്. ഞാൻ ഒപ്പിട്ട് കൊടുത്തപ്പോൾ പൈസ കയ്യിലേക്ക് തന്നു. ഒരു ചിരി വരുത്തി തീർത്ത് പൈസയുമായി പുറത്തേക്കിറങ്ങി. കൂടെ പണിഞ്ഞിട്ടുള്ള മൈക്കാടുകാരിൽ ചിലർ മുമ്പൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പം പോച്ച ചെത്താൻ പോയാലും ചെലവും കഴിഞ്ഞ് 1000 രൂപയുണ്ടെന്ന്. ഉച്ചയ്ക്ക് ഭാര്യയെ വിളിച്ചപ്പോഴും ഇന്ന് 1000 രൂപ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊരു ഉച്ച നേരത്ത് കൂടെ പഠിക്കുന്ന ബന്ധുവിനോട് 20 പൈസ കേണു വാങ്ങി പട്ടാണിക്കടല മേടിച്ച് തിന്നിട്ടും നിറയാത്ത വയറ്റിൽ കിണറ്റുവെള്ളം കോരി നിറച്ച കാലം മനസ്സിലേക്ക് ഓടിയെത്തി. വണ്ടിക്കൂലിയും കഴിഞ്ഞ് വീട്ടിലെ അത്യാവശ്യ സാധനങ്ങൾ കൂടി വാങ്ങിക്കുമ്പോൾ ഇന്നത്തെ പൈസ തീരും. കണ്ണികൾ പൊട്ടിയ വലയിൽ മീൻ പിടിക്കുന്ന പോലെയാണ് കൂലിവേലക്കാരൻ്റെ കീശ. അതിൽ അന്നന്ന് കിട്ടുന്നതൊക്കെയും അപ്പപ്പോൾ തന്നെ ചോർന്നു പോകും. അണ്ണാ, പാടായിരുന്നോ പണി? അത്യാവശ്യം വേണ്ട സാധനങ്ങളും വാങ്ങി വീട്ടിലോട്ട് ചെന്ന് കയറിയപ്പോഴേ ഭാര്യ ചോദിച്ചത് ഇങ്ങനെയാണ്. ഇല്ല, മുറ്റത്തെ ഇൻ്റർലോക്കിനിടയിലൊക്കെ കുരുത്ത പോച്ചയൊക്കെ ഒന്ന് പറിച്ചു കളയാനേ ഉള്ളായിരുന്നു. അവളുടെ മുഖത്തേക്ക് കണ്ണുകൾ പായിക്കാതെ ഞാനൊരു കള്ളം പറഞ്ഞ് ചിരിച്ചു. നാളെയുണ്ടോ? ആ ഉണ്ട്. ഈ ഒരു കമ്മലും പണയം വെക്കേണ്ടി വരുമെന്നാണ് കരുതിയത്. ഭാര്യയുടെ കൈ സ്വന്തം കാതുകളെ തഴുകി. രാവിലെ വീണ്ടും അനിൽ സാർ വിളിച്ചു. ശശി, ഇന്ന് വരില്ലേ? വരും സാറേ, വരും. എന്താ ശബ്ദത്തിനൊരു വ്യത്യാസം? ഒന്നുമില്ല സാറേ. ഇന്നലത്തെ പൈസയിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ലില്ല, സാറ് തന്നതല്ലേ. അല്ലേലും ഞങ്ങൾ സാധാരണ പോച്ച് ചെത്തുന്നവർക്ക് 800 രൂപയാണ് കൊടുക്കാറുള്ളത്. ആ വാക്കുകൾ കേട്ട് എൻ്റെ ഹൃദയത്തിൽ പതിച്ചിരുന്ന ഒരു വലിയ ചിത്രം നിലത്ത് വീണ് ചിന്നിച്ചിതറി. എങ്കിലും 2 ദിവസം കഴിഞ്ഞാൽ സ്ഥിരമായൊരു ജോലി കിട്ടാൻ പോവുകയല്ലേ എന്ന സന്തോഷം
വീണ്ടും മനസ്സിലേക്ക് എത്തി നോക്കി. പൂട്ടിക്കിടന്ന രണ്ടാമത്തെ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറിക്കൊണ്ട് തങ്കച്ചായം പറഞ്ഞു, ആദ്യം ദാ ഇവിടെല്ലാം വൃത്തിയാക്ക്. ഇന്നലത്തേതിലും ഭീകരമായിരുന്നു ഇന്നത്തെ ഇടം. മതിലിനും ഭിത്തിക്കുമിടയിലുള്ള ഇടുങ്ങിയ ഓട് പോലെയുള്ള ഭാഗം കണ്ടപ്പോഴേ പേടിയായി. അടുക്കി കെട്ടിയ പാറയിൽ മൊത്തം ദ്വാരങ്ങളായിരുന്നു. തറയിലും ഭിത്തിയിലും നിറയെ പോച്ച പടർന്നു കിടന്നിരുന്നു. നാട്ടുപൂച്ചെടിയുടെ ചെറു കമ്പൊടിച്ച് പോച്ചയിൽ മെല്ലെ അടിച്ചു നോക്കി. എങ്കിലും താഴേക്കിറങ്ങിയപ്പോൾ പേടി കൂടി. ആദ്യം ഒരു പിടി പോച്ച പറിച്ച് ഇടംകൈയിൽ സൂക്ഷിച്ചു. പാമ്പിനെയോ ചേരയെയോ കാണുകയാണെങ്കിൽ അതിൻ്റെ മുകളിലിട്ട് ഈ പുല്ല് വലിച്ചെറിയാം എന്ന വിചാരമായിരുന്നു അതിന് പിന്നിൽ. ഇടയ്ക്ക് തങ്കച്ചായൻ എൻ്റെ അടുത്ത് വന്ന് അല്പനേരം നിന്നേച്ച് ഇങ്ങനെ പറഞ്ഞു, ശശി, ഒറ്റയ്ക്ക് കുഴിയിലിറങ്ങി നിൽക്കുന്നുണ്ടാ. പോസ്റ്റ് ഓഫീസിൽ അല്പം കഴിഞ്ഞ് പോകാമെന്ന് ഞാൻ കരുതിയത്. ആ മനുഷ്യനെ നോക്കി ഞാൻ നന്ദി സൂചകമായെന്ന് ചിരിച്ചു. ആ വലിയ കെട്ടിടത്തിന് പിറകിലോട്ട് വിശാലമായി കിടക്കുന്ന പുരയിടം ചൂണ്ടിയാണ് തങ്കച്ചായൻ അടുത്ത ജോലി പറഞ്ഞത്. ദേണ്ടേ, ഇവിടെ നിന്നും ആ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് വരെയുള്ള ഈ വഴി നല്ലതുപോലെ വെട്ടിത്തെളിക്കണം. KSEBക്കാർക്ക് റീഡിംഗ് എടുക്കാൻ പോകേണ്ടതവിടെ. ആജാനബാഹുവായ ഒരാൾ നിവർന്നു നിന്നാൽ പോലും കാണാൻ കഴിയാത്തത്ര ഉയരത്തിൽ കാട് പിടിച്ചു കിടന്ന ആ ഇടം കണ്ടപ്പോഴേ കണ്ണ് നിറഞ്ഞുപോയി. മനസ്സിൻ്റെ വേദനയ്ക്കൊപ്പം ദേഹത്ത് തറച്ച കട്ടാരമുള്ളിൻ്റെയും പോച്ചു പറിച്ച് തറയിലുരഞ്ഞ് ചതഞ്ഞ കൈവിരലുകളിലെ തൊലിയും നഖങ്ങളും, ഒപ്പം വള്ളിച്ചൊറിയണത്തിൻ്റെ ഉശിരൻ ചൊറിച്ചിലും ശരീരത്തെയും മനസ്സിനെയും വല്ലാതെ തളർത്തി. കൈത്തണ്ടയിലും കാലിലുമെല്ലാം ചൊറിയണത്തിൻ്റെ തിണർപ്പ് കൂടിക്കൂടി വന്നു. അസഹനീയമായ ചൊറിച്ചിൽ ചാറ്റമഴയത്തും ദേഹം ചുട്ടു പൊള്ളിച്ചു. രണ്ടാം ദിവസവും വൈകിട്ട് 800 രൂപ ഒപ്പിട്ട് വാങ്ങി. തിരക്കേറിയ വണ്ടിയിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുമ്പോഴും ദേഹത്തെ ചൊറിച്ചിൽ മാറിയിരുന്നില്ല. രാത്രിയിൽ ചെല്ലപ്പൻ മേശ്ശേരി വിളിച്ചു. നാളെ മുതൽ ഒരു പുതിയ പണി തുടങ്ങുന്നുണ്ട്. രാവിലെ കുളപ്പാടത്ത് ചന്തമുക്കി നിന്നാൽ മതി എന്നറിയിച്ചു. സജനയിൽ ജോലിക്ക് കയറും വരെയും മേശ്ശേരിയോടൊപ്പം പോകാമെന്ന് കരുതി. രാത്രിയിൽ തന്നെ അനിൽ സാറിനെ വിളിച്ച് നാളെ പോച്ച എത്താൻ വരില്ലെന്നും കുറച്ച് ദിവസത്തേക്ക് മേശ്ശേരിപ്പണി കിട്ടിയിട്ടുണ്ടെന്നും അറിയിച്ചു. നാളെ കൂടി വന്ന് ബാക്കി കൂടങ്ങ് തീർത്തു താന്നേ സാറ് പറഞ്ഞെങ്കിലും നാളെ ചെന്നില്ലെങ്കിൽ മേശ്ശേരി വേറെ ആളിനെ വിളിക്കും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ ഓണത്തിന് മുമ്പ് എപ്പോഴെങ്കിലും വന്ന് ചെയ്താൽ തന്നാൽ മതി എന്നാണ് അനിൽ സാറ് പറഞ്ഞത്. ആഴ്ച 2 കഴിഞ്ഞു. സജനയിൽ നിന്നും അപ്പോയിൻമെൻറ്റ് ലെറ്ററൊന്നും വന്നില്ല. പരിചയക്കാരനായ എഡിറ്ററോട് തിരക്കിയപ്പോൾ കാലൊടിഞ്ഞ് കിടപ്പിലായതിനാൽ ഞാനിപ്പോൾ വീട്ടിലിരുന്നാണ് അവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നത്. വല്ലപ്പോഴും മാത്രമാണ് ഓഫീസിൽ പോകുന്നത്. ശശിയുടെ ജോലിക്കാര്യമൊന്നും എന്നോടിതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഒരുപക്ഷെ എന്നെക്കൊണ്ട് പുല്ല് ചെത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നോ അനിൽ സാറിൻ്റെ ജോലി വാഗ്ദാനമെന്ന് ചിന്തിച്ചു പോയി. മനസ്സ് വല്ലാതെ പിടഞ്ഞു. എനിക്ക് ഏറെ പ്രിയപ്പെട്ട വായനക്കാരനും എഴുത്തുകാരനുമായ ശ്രീനി നിലമ്പൂർ എൻ്റെ പിച്ചണ്ടി എന്ന കഥാസമാഹാരം വായിച്ച് FBയിൽ കുറിച്ച വായനാനുഭവം എൻ്റെ മുറിവേറ്റ മനസ്സിന് ഒരു താങ്ങായി. കഥയുടെ ഹൃദയം തൊട്ട ആ കുറിപ്പ് ഞാൻ സ്വന്തം പേജിൽ ഷെയർ ചെയ്തതിനൊപ്പം ഇത്ര കൂടി എഴുതി ചേർത്തു. ഇന്നലെ ഞാൻ ഒരിടത്ത് പുല്ല് ചെത്താൻ പോയിരുന്നു. ദേഹത്തെ തൊളിയും മണ്ണും കഴുകിക്കളഞ്ഞ് വൈകിട്ട് അദ്ദേഹത്തിന് മുന്നിലേക്ക് കൈ നീട്ടി. അപ്പോൾ 800 രൂപ എടുത്ത് തന്ന ശേഷം അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സാധാരണ പുല്ല് ചെത്തുന്നവർക്ക് 800 രൂപയാണ് കൊടുക്കാറുള്ളത്. ആ പൈസയും വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വലിയ കെട്ടിടത്തിനുള്ളിലിരുന്ന വെളിച്ചപ്പാടും കോന്ത്രയും പിച്ചണ്ടിയും എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു എന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ പേരിലെത്തിയ ഒരു രജിസ്ട്രേഡ് കത്തും ഉയർത്തിക്കാട്ടി സജനയിൽ നിന്ന് എന്ന ആഹ്ലാദത്തോടെ പറഞ്ഞുകൊണ്ടാണ് ഭാര്യ മുന്നിലേക്ക് വന്നത്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിരിക്കും എന്ന് അപ്പോഴേ ഞാനും ഉറപ്പിച്ചു. ഏറെ ദിവസങ്ങൾക്ക് ശേഷം മനസ്സൊന്ന് നിറഞ്ഞു. ഉള്ളു തുറന്നപ്പോൾ അതിലിങ്ങനെ എഴുതിയിരുന്നു, ഞങ്ങളുടെ സ്ഥാപനത്തെയും ഞങ്ങളെയും അപമാനിച്ചതിനാൽ ഇനി നിങ്ങളുമായി ഒരു ബന്ധവും തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നു മുതൽ താങ്കളുടെ 3 പുസ്തകങ്ങളും ഞങ്ങൾ പിൻവലിക്കുന്നു. അല്ലെങ്കിൽ ഓഫീസിലെത്തി രേഖാമൂലം മാപ്പ് അപേക്ഷ എഴുതി സമർപ്പിക്കുക എന്ന് മാനേജിംഗ് ഡയറക്ടർ, സജന പബ്ലിക്കേഷൻസ്, ഒപ്പ്. ജീവിതത്തിൻ്റെ കഠിനമായ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോഴും കഥയെ നെഞ്ചോട് ചേർക്കുന്ന ശ്രീ ഇളവൂർ ശശിയുടെ ആത്മകഥാംശ ഉള്ള പോച്ച എന്ന ചെറുകഥ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഒപ്പം ശശിക്ക് ഒരു ബിഗ് സല്യൂട്ട്.